ജാത്തിന്റെ കാര്യം ഇതാണ്. നബിദിനത്തിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും അള്ളാഹുവിന്റെ റസൂൽ മഹബ്ബത്തല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മനസ്സിലാകാത്തൊരു ഖൈർ നിനക്കും മനസ്സിലായി എന്ന് നീ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന ഇനി നിനക്ക് എന്താണ് ബാധിക്കും? നീ അവരെക്കാൾ നല്ലവരാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഫിത്നയും നിനക്ക് എന്താണ് ബാധിക്കാം? അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ നിനക്ക് നല്ലത് എന്ന് തോന്നുന്നത് സ്വീകരിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നല്ലത്, അതിനപ്പുറത്തുള്ളത് നല്ലതല്ല. അത് നല്ലതായിരുന്നുവെങ്കിൽ അവർ സ്വീകരിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു. കാര്യം മദീനയിൽ നിന്ന് ഉംറയ്ക്ക് പോകുമ്പോൾ എവിടെയാണ് ഹറാം കെട്ടുന്നത്? ദുൽഹുലൈഫയിൽ നിന്ന്. ദുൽഹുലൈഫയിൽ നിന്ന് ഹറാം കെട്ടുന്നതിന് പകരം മസ്ജിദുൻ നബവിയിൽ നിന്ന് ഹറാം കെട്ടി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഇമാം മാലിക്കിനോട് ചില ആളുകൾ ചോദിച്ചു. മസ്ജിദുൻ നബവി ദുൽഹുലൈഫയുടെ പിറകിലാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് കിലോമീറ്റർ നടന്ന് ദുൽഹുലൈഫയിലെത്തി യാത്ര തുടർന്നാൽ മതി. എന്താണ് അയാൾ ചെയ്തത്? ദുൽഹുലൈഫയിൽ നിന്ന് ഹറാം കെട്ടുന്നതിന് പകരം ഹറാം കുറച്ച് നേരത്തെ കെട്ടി. ഹജ്ജിന് മുമ്പുള്ള വസ്ത്രം, അതാണ് ഹറാം എന്ന് പറയുന്നത്. ഹറാം കെട്ടി അവർ യാത്ര തുടങ്ങുന്നത് മസ്ജിദുൻ നബവിയിലാണ്. എന്താ കണ്ടു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. മസ്ജിദുൻ നബി അള്ളാഹുവിന്റെ റസൂൽ പള്ളി. എന്താ അവിടുന്ന് ചെയ്യുന്നത്? വസ്ത്രം, മോഡേൺ വസ്ത്രം ധരിക്കട്ടെ എന്നാണ് പറഞ്ഞത്, അല്ലെ ഹറാം ധരിക്കട്ടെ എന്നാണ് പറയും. ഹറാം ഇട്ടുകൊണ്ട് വരട്ടെ. ഇമാം മാലിക് പറഞ്ഞത് പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇന്ന മഹി അമിയാൽ, കുറച്ച് മൈൽ കൂടുതൽ ഞാൻ ഹറാം നടക്കുന്നതുകൊണ്ട് എന്ത് കുഴപ്പമാണുള്ളത്? ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖ്ശ അലൈക ഫിത്ന, നിന്നെ ഫിത്ന ബാധിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, കുറച്ചധികം മൈലുകൾ ഹറാമിൽ നടക്കുന്നത് കൊണ്ട് എന്ത് ഫിത്ന ബാധിക്കാനാണ്? നമ്മൾ പലരും ചോദിക്കുന്ന കാര്യം ദാനധർമ്മമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, എന്താണ് അതുകൊണ്ട് സംഭവിക്കാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം കെട്ടി യാത്ര തുടങ്ങി. നീ അള്ളാഹുവിന്റെ റസൂൽ ഇഹ്റാം കെട്ടുന്നതിന് മുൻപ് ഇഹ്റാം കെട്ടി കുറച്ചധികം മൈലുകൾ അവിടത്തേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്തു എന്ന് സ്വയം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന ഇനി വേറെ എന്താണുള്ളത്? റസൂലിന് മനസ്സിലാവാത്ത ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് നീ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അപകടം ഇനി വേറെന്തുണ്ട്? വിദഅത്തിന്റെ കാര്യം ഇതാണ്. നബിദിനത്തിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും അള്ളാഹുവിന്റെ റസൂൽ മഹബ്ബത്തല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മനസ്സിലാകാത്തൊരു ഖൈർ നിനക്കും മനസ്സിലായി എന്ന് നീ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന ഇനി നിനക്ക് എന്താണ് ബാധിക്കും? നീ അവരെക്കാൾ നല്ലവരാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന ഇനി നിനക്ക് എന്താണ് ബാധിക്കണം? നിനക്ക് അവരൊക്കെ ഒന്നെങ്കിൽ നീ പറയണം നിനക്ക് അവർക്ക് അറിവുണ്ട്, കാരണം അവർക്ക് ഈ നന്മ മനസ്സിലായിട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നീ പറയണം നീ അവരെക്കാൾ അമലുള്ളവനാണ്. ഇത് പറയുന്നതിനേക്കാൾ വലിയ ഫിത്ന വേറെ